ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ കലഹാരി സോളോ മാച്ചാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കമാൻഡ് പോസ്റ്റിലാണ്. എൻ്റെ ഫേവറേറ്റ് പ്ലേസും കൂടിയാണ്. ഇപ്പോൾ എനിമിങ്ങൾ പാതി കീഞ്ഞിട്ട് ഒരുപടി ലൂട്ട് സെറ്റാവാനായി അപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം കുറച്ച് ലേറ്റായി. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് പുരയിലാണ് ഞാൻ പോയിട്ട് ചെയ്യുന്നത്. എൻ്റെ കീഞ്ഞ ഉടനെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഷോർട്ട് റേഞ്ചും ലോങ് റേഞ്ചും ഗണ്ണ് ഫസ്റ്റ് സെറ്റ് ചെയ്യുക. ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ബോംബ് എല്ലാം അവിടെ ഇരിക്കട്ടെ. ഷോർട്ട് റേഞ്ചും ലോങ് റേഞ്ചും എടുക്കുക. എന്നിട്ട് കഴിയുന്നത്ര ഹൈഡ് ചെയ്ത് കളിക്കാൻ നോക്കുക. എല്ലാ പ്ലെയേഴ്സും ചെയ്യുന്ന കാര്യമാണ്, ഒരു സീക്രട്ടായിട്ടുള്ള കാര്യം കൂടിയാണ്. കഴിയുന്നത്ര ഹൈഡ് ചെയ്ത് കളിക്കാൻ നോക്കുക. എന്നിട്ട് മറ്റേ ഡ്രോണൊക്കെ ഇട്ടിട്ട് എനിമീൻ്റെ പൊസിഷൻ അറിയാൻ നോക്കുക. എന്നിട്ട് റഷ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് തന്നെ കയറി കൊടുത്താൽ അവിടെ മൂഞ്ചി ഒട്ടിയിരിക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ റെഡീം കോഡാണ്. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ വേണ്ടി ഒരു റെഡീം കോഡ് ഞാൻ എല്ലാ വീഡിയോയിലും കൊടുക്കാറുണ്ട്. ഈ വീഡിയോൻ്റെ ഒരു പകുതിയാകുമ്പോൾ ഞാൻ റെഡീം കോഡ് കൊടുക്കുന്നതാണ്. അത് ചെറുതായിട്ട് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നത്ര ഇങ്ങനെ എനിമി സ്പോട്ട് ചെയ്യാൻ നോക്കുക, എവിടെയൊക്കെ എനിമി ഉണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ നല്ല ഇപ്പോൾ ഒരു എനിമിനെ കണ്ടു, ഞാൻ വെച്ചു. ഒരു നൂബ് എനിമിയായിരുന്നു നെറ്റ് പോയിട്ടുള്ളത്. എനിക്ക് കുറച്ച് നോക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ഗണ്ണായ വുഡ് പേക്കർ അങ്ങോട്ട് കയ്യിൽ കിട്ടി. എന്നിട്ട് ഞാൻ നേരെ ബാക്ക് സൈഡിൽ സൗണ്ട് കേൾക്കുന്ന എനിമിൻ്റെ, അപ്പോൾ അവിടേക്ക് പോയിട്ട് ഒരു ലാൻഡ് മൈൻ വെച്ചു, എവിടെയെങ്കിലും പെടുന്നെങ്കിൽ. എന്നിട്ട് ബാക്കിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് നോക്കുമ്പോൾ എനിമീനൊന്നും കാണുന്നില്ല. ഞാൻ കുറേ നേരമായി നോക്കുന്നത്. എന്നിട്ട് ബാക്കിൽ കുറച്ച് ലൂട്ടൊക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞ് ബാക്കിൽ പോയി. ഒരു ടവർ ഉണ്ട് ഇവിടെ, വലിയൊരു ടവർ. അതിൻ്റെ മുകളിൽ എനിമി നിന്നിട്ട് കഴിയുന്നത്ര കില്ലെടുക്കുന്നുണ്ട്. എനിമികളെല്ലാം വന്നിട്ട് അവിടെ നിന്ന് സാൻറ്റീഡും ലൂട്ടാക്കും മീത്തൊക്കെ പോകും. എന്നിട്ട് ചറപറാന്ന് വെക്കാൻ തുടങ്ങി. ഇവിടുന്ന് ഒരു സ്കൈലർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സ്കൈലർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ എല്ലാ പ്ലെയേഴ്സും സ്കൈലർ ഇട്ടിട്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ സൈഡിലേക്ക് വന്ന് ഞാൻ ഹെഡ് നോക്കിയിട്ട് ഒരു കാര്യമായിട്ടുള്ള ഹെഡ് ഷോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തു. അവനിങ്ങനെ സൈഡിൽ സാൻഡ് ഇടാൻ വന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഹെഡ് ഷോട്ട് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ സൈഡിലൊരു വണ്ടീൻ്റെ സൗണ്ട് എടുത്ത് ഞാൻ പോവാണ്. ഡ്രോപ്പ് ലൂട്ടാക്കാൻ ഒരാൾ നല്ല വന്നു. ഞാൻ ചെറപറാന്ന് കുത്തി കൊടുത്തപ്പോൾ അങ്ങ് കില്ല് ഫിനിഷായി. എന്നിട്ട് ഞാനൊരു മറ്റേ സെൻസർ ബീക്കം ഇട്ടു. അപ്പോൾ ഒരു എനിമി അപ്പുറത്തൂടെ വരുന്നു. ഞാൻ കഴിഞ്ഞത്ര ഇപ്പം നോക്കുക, സ്കൈലറിൻ്റെ ഉപകാരം ഇതാണ്. അവൻ മെഡിക്കിറ്റ് അടിക്കുമ്പോൾ ടപ്പോന്ന് വെച്ചങ്ങോട്ട് കൊടുത്ത് 4 കില്ല് ചെയ്തു. അപ്പോൾ റെഡീം കോഡ് ഇപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊടുക്കും, ചിലപ്പോൾ മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. വീഡിയോൻ്റെ സൈഡിലെല്ലാം ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ 2 റെഡീം കോഡ് ഓഫർ ചെയ്യുകയാണ്. 2 റെഡീം കോഡ് ഞാൻ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളൊരു മറ്റേ ഹിറ്റ് ലിസ്റ്റ് എടുത്തു. എന്നിട്ട് ബാക്കിലൊരു എനിമി നല്ലോണം അവിടെ നിന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറപറാ വുഡ് പേക്കറിൽ അങ്ങനെ വെച്ച് സോണിയ. ഇപ്പം എല്ലാവരുടെയും ഒരു ഹേറ്ററാണ് സോണിയ ഒരാൾക്കും ഇഷ്ടമില്ല. അങ്ങനെ നമുക്ക് തുള്ളിച്ചാടുന്ന മറ്റേ ഗണ്ണ് കിട്ടി. അതിൽ മീത്തക്ക് തുള്ളി കഴിഞ്ഞത്ര കിൽസ് എടുക്കാൻ നോക്കി. ഒരാൾ മോൺസ്റ്റർ ട്രക്കിൽ നിന്ന് അങ്ങനെ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞത്ര പോയിട്ട് നോക്കുമ്പോൾ മോൺസ്റ്റർ ട്രക്കിൽ നിന്ന് ബാക്ക് എടുക്കും. എന്നിട്ട് സോണിയായി. പിന്നെ വേറെ എനിമിനെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിമി വേറെ സൈഡിലേക്ക് പോകണതിനെ കണ്ടിട്ട. അതിനെക്കൊണ്ട് ഞാൻ ആ കണ്ടെയ്നറിൻ്റെ മീത്തക്ക് നല്ല തുള്ളിയിട്ട് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ കുറച്ച് ചിന്തിച്ചു. അതിനെക്കൊണ്ട് ഇവിടേക്കൊക്കെയാണ് ഗ്ലൂ വാലിടുന്നത്. എന്നിട്ട് ഞാനൊന്ന് പ്രോ പ്ലെയർ അവന് ബോംബിൽ അങ്ങോട്ടും അവന് തീർക്കാൻ നിരീച്ചപ്പോൾ അവൻ അവിടെ തെങ്ങിൻ്റെ അവിടെ ഇങ്ങനെ കവറെടുത്തിനെങ്കിൽ ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പുറം പറഞ്ഞ അതിനെക്കൊണ്ടാണ് ഇതായത്. എന്നിട്ട് ഞാൻ കുറച്ച് ലൂട്ടെല്ലാം വീണ്ടും ഈത്തൊക്കെ പോയിട്ട് നോക്കുമ്പോൾ ഒരു എനിമി കാറിൽ വന്നിട്ട്, കാറായിട്ടുള്ള റൈഡറെന്ന് തോന്നുന്നു, കാറിൽ വന്നിട്ട് അവിടെ പോയി ചത്തു. അപ്പോൾ വീണ്ടും ഞാൻ ബാക്കിൽ നോക്കുകയാണ്. ഒരാൾ സ്പോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ കിട്ടുന്നില്ല. ഫുൾ കവറിലാണ് നിന്നേക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞത്ര നോക്കുന്നുണ്ട്. എൻ്റെ ബാക്കിൽ നിന്ന് ഒരു അടി. ഞാൻ കുറേ നേരം ഇവിടെ ചുറ്റി കളിക്കുന്നത്. ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു, എവിടെയൊന്നും കാണുന്നില്ല.
അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ താഴെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉറപ്പുണ്ടായി ഇത് വീഴൂലാന്ന്, ചിലപ്പോൾ എൻ്റെ HP ഒക്കെ പോകുന്നു. എന്തോ ഭാഗ്യത്തിൽ അതൊരുവർക്ക് വീഴാറില്ല അങ്ങനെ ആക്കിയാൽ. എന്തോ ഭാഗ്യത്തിൽ വീണ് എനിമീൻ്റെ തലക്ക് അങ്ങോട്ട് നോക്കി വെച്ചു. എന്നിട്ട് എതിർന്നൊരു എനിമീനെയാണ് ഇവൻ വെച്ചോണ്ട്, അത് ഞാൻ അപ്പം നെണിച്ചിനും കിട്ടട്ടി. അപ്പോൾ അത് മിസ്സായിപ്പോയി. വേറെ അടുത്തു നിന്ന് ഒരു AWM വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം മെഡിക്കിട്ടിട്ടു. അപ്പോൾ സോണ് ബാക്കിലെത്തി, കാറിൽ വരുന്നു. ഇപ്പം കാറെടുത്ത് വന്നാൽ നല്ല ഇതാണ് നമുക്ക്. കാറിൽ ഇപ്പോൾ ബൈക്ക്, ലംബോർഗിനി, എന്നിട്ട് മോൺസ്റ്റർ ട്രക്ക് അതൊക്കെ നല്ലതാണ്. ഈ ജീപ്പ് ഉണ്ടാവില്ലേ, അതിൽ പോകാനേ പാടില്ല. അതിൽ എവിടേക്ക് വെച്ചാലും നമ്മളെ മേൾക്ക് വീഴും. പിന്നെ ഒരു കാര്യം, താഴത്തെ ആൾ ഹാക്കർ ക്യാരക്ടറാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഫ്രീ ഫയർ തന്നെയാണ് നമുക്ക് ഹാക്ക് യൂസ് ചെയ്യാനുള്ള റെക്കമെൻഡ് ചെയ്യുന്നത്. ഹാക്കർ ക്യാരക്ടറെല്ലാം കൊണ്ടിട്ട് നമ്മെ പൊസിഷൻ അവർക്ക് അറിയാൻ പറ്റും. എനിക്കൊണ്ട് ഈസിലി വെക്കാൻ പറ്റും. അവിടെ കുറേ നേരം ഞാൻ നോക്കുന്നു, ഒരു ചക്കും AWM വെക്കുന്നുണ്ട് അവിടെ. പിന്നെ സോണിൽ ഞാൻ കുറേ നേരം കൂടി ചുറ്റി, ഒരു കില്ലും കിട്ടുന്നില്ല. അതിനെക്കൊണ്ട് കാർ എടുത്തിട്ട് പോവില്ലാതെ വേറെ രക്ഷയില്ല. ഒരു ചക്കും ബുക്കാൻ കിട്ടായില്ല. പോയി ഞാൻ കുത്തി കയറ്റാൻ നോക്കി, കിട്ടി 103. ഞാൻ ടപ്പോന്ന് വെച്ച് തീർത്തവനെ. ടപ്പോന്ന് വെക്കാൻ വേണ്ടിയില്ല, ഡ്രന്നടിക്കുന്ന ഗണ്ണിലാണ് അടിക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് സോൺ കുറച്ചാളുണ്ട്. ഞാൻ നോക്കുമ്പോൾ സൈഡിൽ നിന്ന് ഒരു ചക്കം വരുന്നു. ഞാൻ ഷോർട്ട് കട്ടെല്ലാം എടുത്തില്ലേ. എനിക്ക് ഇവിടെ നിന്ന് ഞാൻ കുറച്ച് കവർ എടുക്കാനിരിക്കുമ്പോൾ ബാക്കിലും വരുന്നു. ഇത് ഇവിടെയുണ്ട്. ഞാൻ ജസ്റ്റ് മിസ്സിനോട് രക്ഷപ്പെട്ടതാ. എൻ്റെ ഗ്ലൂ വാലിൽ മറ്റേ ഒരു ക്യാരക്ടർ ഉണ്ട്, ഗ്ലൂ വാൽ വേഗം പൊട്ടിക്കാൻ പറ്റില്ല, അതിനെക്കൊണ്ട് രക്ഷപ്പെട്ട്. ഒരു ഹാക്കർ ക്യാരക്ടർ ചക്കം നല്ല കളിക്കുന്നുണ്ട്, മാഷാല്ലാ നല്ല കളിയാണ് കളിക്കുന്നത്. ഞാൻ ഇവിടെ കുറേ നേരം നോക്കി. എന്നിട്ട് എൻ്റെ തോന്നിയ ബുദ്ധി, നല്ല ബുദ്ധിയിൽ ഇൻഹേലറൊക്കെ അടിച്ച് ഒന്ന് ഞാൻ നോക്കി. ചിലപ്പോൾ ബോംബിട്ടാൽ നമുക്ക് നല്ല കില്ല് കിട്ടാൻ സാധ്യതയുണ്ട്. 2-3 ആളുണ്ട്. അങ്ങനെ നല്ല ബോംബൊക്കെ ഇതാക്കിയിട്ട് നോക്കുമ്പില്ലേ, ഞാൻ നോക്കുമ്പോൾ അത് അപ്പുറത്തെ ബെരയിലായിട്ട് അപ്പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് ഞാൻ ഗ്ലൂ വാൽ പൊട്ടിച്ച് എൻ്റെ കയ്യിൽ ലാൻഡ് മൈൻ ഉണ്ട്, അത് വെച്ച് എന്നിട്ട് മീത്തുനിന്ന് അടിക്കുന്നുണ്ട്. എന്നിട്ട് ലാൻഡ് മൈനിൽ വീണ് ഭാഗ്യമില്ലാത്തത് കൊണ്ട് അവൻ ചത്തില്ല. എന്നിട്ട് ഇവിടേക്കും ബോംബെറിയുന്നു, സോൺ ഷ്രിങ്കാന്ന്. എൻ്റെ കയ്യിൽ HP ഇല്ല. ഗ്ലൂ വാലാണെങ്കിൽ ഇപ്പോൾ 3 ഉള്ളൂ, 3 ഗ്ലൂ വാലേ ഉള്ളൂ. അതിൻ്റെ മീത്തുനിന്ന് ഒരാളുണ്ട്, ഒരാൾ എലിമിനേറ്റായി സോണിൽ. എന്നിട്ട് എനിക്ക് ഈ ഗ്ലൂ വാലും തീർന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഒരേ ഗ്ലൂ വാലുള്ളൂ. എനിക്ക് ഉറപ്പായി ബൂയ എനിമി കൊണ്ടുപോയി എന്ന്. എന്നിട്ട് എൻ്റെ കോൺഫിഡൻസ് കാരണം എനിമി തന്നെ ബൂയ കൊണ്ടുപോയി. ഞാൻ ബോംബൊക്കെ ഇട്ട് നോക്കി, ലാസ്റ്റത്തെ ഗ്ലൂ വാൽ അങ്ങോട്ട് ഇട്ടു, എനിമി അങ്ങോട്ട് ബൂയ കൊണ്ടുപോയി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.